dear students, welcome to another lecture of Mechanics of Solids. Strain energy ഒരു തേർഡ് പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കുറച്ച് ലെങ്തി ആണ്, ബട്ട് സിമ്പിൾ ആണ്. എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: എ ടെൻസൈൽ ലോഡ് ഓഫ് 60 kN is applied to the circular rod of 40 mm diameter and 5 meter long. Calculate stress on the rod, elongation of the rod, strain energy absorbed by the rod when the load is applied is gradually and load is applied suddenly. സോ ഈ കേസസ് എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ സൈഡ്സും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ഇതിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അറിയാം, നമ്മളെ റോഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ അല്ല, സർക്കുലർ റോഡാണ്. സർക്കുലർ റോഡിൻ്റെ ഡയമീറ്ററും ലെങ്ത്തുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ലെങ്ത്ത് എന്ന് പറയുന്നത് 5 മീറ്ററാണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് 40 mm ഉള്ളൂ. ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതാൻ പോവുകയാണ്. ലോഡ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് 60 kN. കിലോന്യൂട്ടനെ ന്യൂട്ടൺക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 × 10⁻³ ന്യൂട്ടൺ. അപ്ലൈഡ് ഓൺ എ സർക്കുലർ റോഡിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 40 mm ആണ്. ആയതുകൊണ്ട് ചേഞ്ച് ഒന്നും ചെയ്യേണ്ട. ദെൻ ലെങ്ത്ത് എന്ന് പറയുന്നത് 5 മീറ്ററാണ്. മീറ്റർ നമുക്ക് പറ്റില്ല, അപ്പം നമ്മൾ ലേക്ക് കൺവേർട്ട് ചെയ്തു. ദാറ്റ് ഈസ് 5 × 10⁻³ mm. കാൽക്കുലേറ്റ്. ഇവിടെ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല, നമുക്ക് യങ്സ് മോഡുലസിൻ്റെ വാല്യൂ എപ്പോഴും ആവശ്യമുണ്ടാവും. ഇവിടെ യങ്സ് മോഡുലസ് തന്നിട്ടില്ല. തരാത്ത വാല്യൂ നമുക്ക് തന്നിട്ടില്ല, ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. സാധാരണ ഇങ്ങനെ യങ്സ് മോഡുലസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അസ്യൂം ചെയ്യുകയാണെന്നുള്ളത് എഴുതണം, നിർബന്ധമാണ്. E ഈസ് ഈക്വൽ ടു നോർമലായിട്ട് എപ്പോഴും 2 × 10⁻⁵ Nm² എടുത്താൽ മതി. 2 മാത്രമല്ല, 2 × 10⁵ Nm². നോർമലി യങ്സ് മോഡുലസിൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ ബേസിക് ആയിട്ട് 2 × 10⁵ Nm² എടുത്തിട്ട് തന്നെ ചെയ്യുക. അത് അസ്യൂം ചെയ്താൽ മതി, വാല്യൂസ് ഗിവൺ അല്ലെങ്കിൽ കേട്ടോ. ഇനി നമുക്ക് ഇവർ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഓരോ സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മളോട് സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താ? സ്ട്രെസ് ഇന്ന് സിഗ്മ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. ലോഡിൻ്റെ വാല്യൂ നമുക്കറിയാം, ലോഡ് ഇസ് ഈക്വൽ ടു 60 × 10⁻³ ആണ്. ഏരിയ എങ്ങനെ കിട്ടും? ഏരിയ എന്ന് പറയുന്നത് എന്താ? ഈ റോഡിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയനെയാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. ഏരിയ എങ്ങനെ കിട്ടും? ഒരു സർക്കിളിൻ്റെ ഏരിയൻ്റെ ഇക്വേഷൻ എന്താ? π/4d². ദാറ്റ് ഈസ് π/4 × d എന്ന് പറയുന്നത് എത്രയാണ്? 40 mm². ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു പി എന്ന് പറയുന്നത് 60 × 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് π/4 × 40². സിഗ്മ ഇസ് ഈക്വൽ ടു 47.75 Nm/mm². അപ്പോൾ ഫസ്റ്റിൻ്റെ ആൻസർ ആയേ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. സെക്കൻഡ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ദിസ് ഇസ് ഫസ്റ്റ് എ, ഇലോങ്ങേഷൻ ഓഫ് ദ റോഡാണ്. ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് എന്താ? ബി. ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് എത്ര ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ട്, ΔL കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ΔLൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? PL ഡിവൈഡഡ് ബൈ AE. PL/AE, ചേഞ്ച് ഇൻ ലെങ്ത് ഇസ് ഈക്വൽ ടു PL/AE. നമ്മൾ മുന്നത്തെ മൊഡ്യൂളിൽ ഈ മൊഡ്യൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് PL/AE. സോ വി റൈറ്റ് Pൻ്റെ വാല്യൂ 60 × 10⁻³ ലെങ്ത് ഇസ് ഈക്വൽ ടു എത്രയായിരുന്നു? 5 മീറ്റർ ആയിരുന്നു. ദാറ്റ് ഈസ് 5 × 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് π/4 × 40². ഇത് π/4 × 40² ഒന്നും എഴുതണ്ടേ, ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒറ്റ മിനിറ്റ്. π/4 × 40², 400/400/ അല്ലെങ്കിൽ 1256.63 ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇതിൻ്റെ വാല്യൂ 1256.63. ഈ π/4 400 ഇങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് ഇങ്ങനെ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യേണ്ട. സിമ്പിളാക്കി ചെയ്താൽ മതി. നമ്മൾ വിചാരിക്കും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ
എക്സാമിന് ടൈം ഉണ്ടാവില്ല എന്ന്, ഇഷ്ടം പോലെ ടൈം ഉണ്ടാവും നമുക്ക് ചെയ്യാൻ. എപ്പോഴും സിമ്പിളായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇൻറ്റു ഇ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്തു 2 × 10⁵. സോ വി ഗെറ്റ് യങ്സ് മോഡുലസ് ചേഞ്ച് ഇൻ ലെങ്ത് Δl is equal to 1.19 mm. രണ്ടാമത്തത് കഴിഞ്ഞു. മൂന്നാമത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാനാണ്. 2 കേസസ് ഉണ്ട്. വെൻ ലോഡ് ഈസ് അപ്ലൈഡ് ഗ്രാജുവലി. ഇനി മൂന്നാമത്താണ് നമ്മൾ ചെയ്യുന്നത്. സി, സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാനാണ്. സ്ട്രെയിൻ എനർജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, σ² / 2E × വോളിയാണ്. ആദ്യത്തെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ലോഡ് അപ്ലൈഡ് ഗ്രാജുവലിയാണ്. ലോഡ് ഗ്രാജുവലിയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് P/A തന്നെയാണ്. നമുക്ക് ഓൾറെഡി സിഗ്മൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു 47.75 എ പാർട്ട് ചെയ്തപ്പോൾ. സോ അത് തന്നെ നമുക്കെടുക്കാം ഗ്രാജുവലി അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ ഇതിൽ ഈ നമുക്കറിയാം വോളിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു സർക്കുലർ റോഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഏരിയ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്? π/4 × d² ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് π/4 d² × L. π/4 d² വാല്യൂ എന്തായിരുന്നു? 1256.63 ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 5 × 10⁵. ദിസ് ഈസ് ഈക്വൽ ടു 6.28 × 10⁶. ക്യൂബ് വോളിയല്ലേ. വോളിയം കിട്ടി. നമ്മൾ ഡയറക്റ്റ് സ്ട്രെയിൻ എനർജീൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സ്ട്രെയിൻ എനർജീൻ്റെ ഇക്വേഷൻ ഒന്നും കൂടി എഴുതി നമ്മളിത് ബൈ ഹാർട്ട് പഠിക്കണം. σ47.75² ഡിവൈഡഡ് ബൈ 2 × 10⁵. 2 × 10⁵ ഈൻ്റെ വാല്യൂ. ഈ 2 ഓൾറെഡി ഉള്ള 2 ആണ്. ഓക്കെ, ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് 628 × 10⁶. So the strain energy is equal to 35815 Newton mm എന്ന് കിട്ടും. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. സംഭവം സിമ്പിളാണ്, ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. അടുത്തതെന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് കേസ്, ലോഡ് ഈസ് അപ്ലൈഡ് സഡൻലി പെട്ടെന്നാണ് ലോഡ് അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താ? സ്ട്രെസ്സ് സിഗ്മ ഈസ് ഈക്വൽ ടു 2 × P/A ആയിരിക്കും വരിക. ദാറ്റ് ഈസ് ഹിയർ 2 × 47.75 which is equal to 95.49 Newton/mm². ബാക്കിയുള്ളതെല്ലാം നമുക്കറിയുന്നതാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ അറിയുന്നതല്ല. സ്ട്രെസ്സ് എത്രയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെയിൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? സ്ട്രെസ്സിനനുസരിച്ച് സ്ട്രെയിന് ചേഞ്ച് ചെയ്യും. അതായത് അതിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ സ്ട്രെയിൻ കണ്ടുപിടിക്കാനാണ് സ്ട്രെസ്സ് കിട്ടി. നമ്മൾ ഡയറക്റ്റ് സ്ട്രെയിൻ എനർജി യുവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ σ² / 2E × വോളിയം. That is 95.49² divided by 2 × 10⁵ into വോളിയം എന്ന് പറയുന്നത് 6.28 × 10⁶ ആണ്. So the strain energy U is equal to 14315.7.9 Newton/mm എന്ന് കിട്ടും. ഓക്കെ, 2 കേസിലും കിട്ടി. ഇഫ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്, ഈസിയാണ്. പക്ഷേ ഈ ഒരു പ്രോബ്ലം ചെയ്താൽ നമ്മൾ ഒരുവിധം എല്ലാ പോർഷനും കവർ ചെയ്യും. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി.